ഹലോ, സാറ് തിരക്കിലാണോ സാറേ? ആണോ? സാറ് ഒരു ആള് എന്റെ ഐഡിയ അടിക്കാൻ വന്നിട്ടുണ്ട്. അപ്പൊ അയാൾക്ക് ഒന്നുകൂടി കൂടുതലായിട്ടൊന്ന് അറിയണം എന്നൊരു താല്പര്യം. അപ്പൊ സാർ ഞാൻ പറഞ്ഞു സാറിന്റെ നമ്പർ വിളിച്ചു തരാം. സാറിന് പറ്റുമോ? കൊടുത്തു. ഹലോ സാറേ. നിങ്ങളിപ്പോ നിലവില് എന്തെങ്കിലും ജോലിയോ മറ്റെന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? ഞാൻ ഹൗസ് വൈഫാ. ഇന്നലെ ജോലിയൊന്നും ചെയ്യുന്നില്ല. ഓക്കെ. പിന്നെ മുമ്പ് എന്തെങ്കിലും ജോലി ചെയ്തിരുന്നോ? മുമ്പ് ഞാൻ ജോലി ചെയ്യുന്നത് സ്കൂളിലായിരുന്നു. ഓക്കെ. എന്തായിരുന്നു ജോലി? എന്തായിരുന്നു അവിടെ? പ്ലേ ക്ലാസ്സിൽ പഠിപ്പിക്കുമായിരുന്നു. ഓക്കെ. അപ്പൊ ഇത് നമുക്കൊരു നമ്മുടെ എന്താ പറയാ വീട്ടിലിരുന്നു കൊണ്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ് അവസരമാണ്. നമ്മളിപ്പോ ഒരുപാട് ടീച്ചേഴ്സും അതുപോലെ തന്നെ ഒരുപാട് പല മേഖലയിൽ പല പ്രൊഫഷനിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ മേഖല ഇപ്പൊ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതിന്റെ ഒരു ഗുണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ ഞാനാണെങ്കിൽ ഒരു MBA കഴിഞ്ഞൊരു വ്യക്തിയാണ്. 5 വർഷത്തോളം ഈ ബിസിനസ് ചെയ്യുന്നു. ഓക്കെ. ഇപ്പൊ പ്രതിമാസം 1 ലക്ഷം രൂപയുടെ മുകളിൽ എനിക്ക് വരുമാനം മേടിക്കാൻ പറ്റിയിട്ടുണ്ട്. ഓക്കെ. അപ്പൊ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ഒരു പോസിറ്റീവ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ നിങ്ങൾ ഇതിന്റെ ഏതെങ്കിലും പ്രൊഡക്റ്റ് മാഡം ഉപയോഗിച്ചിരുന്നോ? ഉപയോഗിക്കുന്നത്. ഓക്കെ. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് വാഷിംഗ് പൗഡർ അങ്ങനെ 51 പ്രൊഡക്റ്റ് നമുക്കുണ്ട്. ഓക്കെ. ഇതിനു മുമ്പ് നിങ്ങൾ പ്രൊഡക്റ്റ് വാങ്ങിച്ചതൊക്കെ കടകളിൽ നിന്നായിരിക്കും അല്ലെ? അപ്പൊ ഇപ്പൊ നിങ്ങൾ ഇവരുടെ കയ്യിൽ നിന്ന് മേടിക്കുമ്പോഴും അതിന്റെ മുകളിലുള്ള പ്രൈസിനല്ലേ മാഡത്തിന് തന്നിട്ടുള്ളത്? അതെ. ഇനി മുതൽ മാഡം സ്വന്തമായിട്ട് ഒരു ഐഡിയ അടിച്ചിട്ട് കുറച്ച് പ്രൊഡക്റ്റ് എടുക്കുകയാണെങ്കിൽ മാഡം എന്ത് ചെയ്യേണ്ട, MRP കൊടുക്കേണ്ട ആവശ്യമില്ല. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഞാനൊരു വാഷിംഗ് പൗഡറിന്റെ കാര്യം പറഞ്ഞുതരാം. വാഷിംഗ് പൗഡർ മാഡം 120 രൂപക്കായിരിക്കും ഇപ്പൊ അവരുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടാവുക. ഓക്കെ. പക്ഷെ ഇനി നിങ്ങളൊരു ഫോൺ നമ്പറും മാഡത്തിന്റെ ഫോൺ നമ്പറും കാര്യങ്ങളും കൊടുത്തിട്ട് ഒരു ഡിസ്ട്രിബ്യൂഷൻ എടുത്തുകൊണ്ടാണ് ഐഡിയ അടിക്കുന്നതെങ്കിൽ മാഡത്തിന് ഈ 90 രൂപയെ ഒരു പാക്കറ്റിന് എന്ത് വരുള്ളൂ, വില വരുത്തുള്ളൂ. മാഡത്തിന് സ്വന്തം വീട്ടിൽ 120 രൂപക്ക് എന്ത് ചെയ്യാം, കൊടുക്കേണ്ട ആവശ്യമില്ല. 90 രൂപക്ക് ഉപയോഗിക്കാം 120 രൂപയുടെ പ്രൊഡക്ട്സ്. അപ്പൊ മാഡത്തിന്റെ 51 പ്രൊഡക്ട്സിന്റെ മുകളിലും ഇനി MRP എന്ത് ചെയ്യണ്ട, ഒരാളും കൊടുക്കണ്ട. ഇതിൽ ഡിസ്ട്രിബ്യൂഷൻ എടുക്കുന്ന ഒരാളും ഇനി കടകളിൽ പോയിട്ട് സാധനം മേടിക്കത്തില്ല. കാരണം കടയിൽ പോയിട്ട് സാധനം മേടിക്കുമ്പോൾ എന്ത് കൊടുക്കേണ്ടി വരും, MRP കൊടുക്കും. അതാണ് ഇതിന്റെ ഒന്നാമത്തെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. 2 എന്ന് പറയുന്നത് മാഡത്തിന് എന്ത് ചെയ്യാം, ഈ ബിസിനസ് വേണമെങ്കിൽ ഒന്ന് ഏറ്റെടുത്തിട്ട് 90 രൂപക്ക് മാഡത്തിന് കിട്ടുന്ന പ്രൊഡക്റ്റ് മറ്റുള്ളവർക്ക് എന്തിനു കൊടുക്കാം, 120 രൂപക്ക്. അപ്പൊ ഒരു പാക്കറ്റ് മുതൽ എത്ര രൂപ ലാഭം കിട്ടി? 30 രൂപ. അങ്ങനെയാണ് 10 പാക്കറ്റ് എടുത്താൽ 300 രൂപ നമുക്ക് എന്തായി വരുമാനം കിട്ടി. മനസ്സിലായോ? ഇങ്ങനെ 51 പ്രൊഡക്ട്സും ജനങ്ങൾക്ക് ആവശ്യമുള്ള നിത്യോപയോഗ പ്രൊഡക്റ്റ് ആണ്. 51 പ്രൊഡക്റ്റിന്റെ മുകളിൽ നമുക്ക് എന്തുണ്ടാവും, ലാഭം ഉണ്ടാവും. അപ്പൊ ഇതിലൊരു ഡിസ്ട്രിബ്യൂഷൻ എടുക്കുക എന്ന് പറയുന്നത് നിങ്ങൾക്ക് 5 കിറ്റ് എടുത്തുകൊണ്ട് ഇപ്പൊ 1554 കിറ്റ് ഉണ്ട് നമുക്ക്. ഓക്കെ. ഒരു കിറ്റിന് നമുക്ക് വില വരുന്നത് ഏകദേശം 2000 രൂപയുടെ അടുത്ത് വരുന്നുണ്ട്. പക്ഷെ നമുക്ക് DP പ്രൈസ് കൊടുത്താൽ മതി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വെറും 1554 രൂപ കൊടുത്താൽ മതി. അപ്പൊ നമുക്ക് 230 രൂപ ഒരു കിറ്റിന്റെ മുകളിൽ എന്താണ് ലാഭമാണ്. പക്ഷെ ഇങ്ങനെ മാഡം 5 പേർക്കുള്ള മാഡത്തിനുള്ള ഒരു കിറ്റും മാഡത്തിന്റെ പരിചയത്തിലുള്ള ഒരു 4ഓളം പേർക്ക് കൊടുക്കാനുള്ള കിറ്റും മാഡം ഒരുമിച്ച് എടുക്കുകയാണെങ്കിൽ മാഡത്തിന് അക്കൗണ്ടിൽ 1000 രൂപ മാഡത്തിന് കമ്പനി എന്ത് തരും, കമ്മീഷൻ തരും. അപ്പൊ ഒരു കിറ്റിന് മുകളിൽ 200 രൂപ വെച്ചിട്ട് അക്കൗണ്ടിൽ കമ്മീഷനും എന്തും കൂടി കിട്ടും, മറ്റുള്ളവർക്ക് കൊടുക്കുമ്പോഴുള്ള ലാഭവും കിട്ടും. അപ്പൊ ഒരാൾക്ക് പ്രൊഡക്റ്റ് കൊടുക്കുമ്പോൾ 430 രൂപ മാഡത്തിന് എന്താണ് ലാഭമാണ്. അങ്ങനെയാണെങ്കിൽ 5 × 430 അത്രയും വലിയൊരു എമൗണ്ട് മാഡത്തിന്റെ അക്കൗണ്ടിൽ എന്തായി കിട്ടും, വരുമാനമായിട്ട് കിട്ടുകയാണ്. ഇനി മാഡത്തിന് ഇത് ഈ 5 പേരുണ്ടല്ലോ, ഈ 5 പേരും ആദ്യത്തെ 1000 രൂപയുടെ പ്രൊഡക്ട്സ് ഉപയോഗിച്ചിട്ട് അവർക്ക് മനസ്സിലായി എന്ത് നല്ല പ്രൊഡക്ട്സ് ആണ്, ക്വാളിറ്റിയുള്ള പ്രൊഡക്ട്സ് ആണ്, ഞങ്ങൾക്കും ഇതിന് എന്തുണ്ടാക്കാൻ പറ്റും, സൈഡായിട്ട് ഒരു വരുമാനം ഉണ്ടാക്കാൻ പറ്റും ചിന്തിച്ചിട്ട് അവരിൽ നിന്ന് ആരെങ്കിലും ഒരാള് ഒരു 5 കിറ്റ് ഒരുമിച്ച് പർച്ചേസ് ചെയ്യാന്ന് വിചാരിക്കും. മാഡം ഓരോ കിറ്റല്ലേ കൊടുത്തിട്ടുള്ളൂ ഫസ്റ്റ് ഉപയോഗിക്കാൻ. ഓക്കെ. ഒരാള് 5 കിറ്റ് പർച്ചേസ് ചെയ്യുമ്പോഴത്തേക്ക് മാഡത്തിന് 500 രൂപ അക്കൗണ്ടിൽ കിട്ടും. മനസ്സിലായി? അപ്പൊ 2 പേര് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ 1000 രൂപ മാഡത്തിന് എവിടെ കിട്ടി, അക്കൗണ്ടിൽ കമ്മീഷനായി. പ്ലസ് ഇവരുടെ പോയിന്റ് അടിസ്ഥാനത്തിൽ ഇവർ 250 പോയിന്റിന്റെ പ്രൊഡക്റ്റ് ആണ് എടുക്കുന്നത്. അപ്പൊ 2 പേരുടെ 250 പോയിന്റിന്റെ പ്രൊഡക്ട്സ് വരുമ്പോൾ മാഡത്തിന് 125 പോയിന്റ് വരുന്നതോട് കൂടിയിട്ട് 125 + 125 250 രൂപയും കൂടി വീണ്ടും അക്കൗണ്ടിൽ കിട്ടും.
അപ്പൊ ടോട്ടൽ മാഡത്തിന് 2 പേരെ കൊണ്ട് 5 കിറ്റ്, മാഡത്തിന്റെ കയ്യിൽ നിന്ന് ആദ്യം അവരൊരു കിറ്റ് മേടിച്ച് ഉപയോഗിച്ചവരാണ്. പിന്നെ അവരെന്ത് ചെയ്യാണ്, മറ്റുള്ളവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് 5 കിറ്റ് കൊണ്ടുവരാണ്. മാഡം ജസ്റ്റ് എന്ത് ചെയ്താൽ അതിന്റെ ഓർഡർ മാത്രം എടുത്താൽ ഈ കമ്പനി എന്ത് എത്തിച്ചു കൊടുത്തോളും, സാധനം എത്തിച്ചു കൊടുക്കും. അവരെ കൊണ്ട് മാഡം ചെയ്യിച്ചതിന് മാഡത്തിന് 1250 രൂപ എന്തായി വരുമാനായി. അവർ മരണം വരെ അലക്കുന്നതിനും കുളിക്കുന്നതിനും വീട് വൃത്തിയാക്കുന്നു. അവരിലൂടെ എത്ര പേര് വന്നാലും ഒരു ദിവസം 7000 രൂപ, പ്രതിമാസം 2,10,000 രൂപ ഇതിൽ നിന്ന് എന്ത് ചെയ്യാൻ പറ്റും. ഇനി മാഡത്തിന് ഒറ്റയടിക്ക് അനുമാഡൊക്കെ ചെയ്യുന്നത് പോലെ 10 കിറ്റ് അല്ലെങ്കിൽ 500 പോയിന്റ് ഒരുമിച്ച് എടുക്കുകയാണെങ്കിൽ 2000 ചില്ലാനും രൂപ അക്കൗണ്ടിൽ ഒരു ഗോൾഡ് കോയിനും കിട്ടും. 10 കിറ്റ് എന്റെ അഭിപ്രായത്തിൽ മാഡം ഇപ്പൊ എന്ത് ചെയ്യണ്ട, ചാടി കയറി എടുക്കണ്ട. മാഡം തുടക്കം കുറിക്കുന്നല്ലേ ഉള്ളൂ. ഇപ്പൊ എനിക്ക് വേണമെങ്കിൽ നിങ്ങളോട് എന്ത് ചെയ്യാം പറയാം. പക്ഷെ എന്റെ അഭിപ്രായത്തിൽ നമ്മളൊക്കെ ചെറുതിൽ നിന്ന് തുടങ്ങിയിട്ടാണ് എന്തായത്, പയ്യെ പോയാൽ മതി. പയ്യെ തിന്ന പറയുന്ന പറഞ്ഞാൽ മതി. കാര്യങ്ങൾ മനസ്സിലാക്കി ബോധ്യപ്പെട്ട് ചെയ്യുന്നതായിരിക്കും ഇതിൽ ഏറ്റവും നല്ലത്. കാരണം എന്താ, ഇപ്പൊ മാഡത്തിനോട് വേണമെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാം 10 കിറ്റ് എടുപ്പിക്കാം. പക്ഷെ മാഡത്തിന്റെ കപ്പാസിറ്റി എത്രത്തോളം ഉണ്ടെന്നുള്ളത് എനിക്ക് എന്ത് ചെയ്യത്തില്ല, അറിയത്തില്ല. ഇനിയിപ്പോ 5 കിറ്റ് എടുത്തിട്ട് മാഡം മറ്റുള്ളവർക്ക് കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ സ്വന്തം വീട്ടിൽ അടുത്ത 6-8 മാസം കൊണ്ട് അത് ഉപയോഗിച്ച് തീർക്കുക. ഇത് അലിഞ്ഞു തീരുന്ന പ്രൊഡക്ട്സ് കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. ചീഞ്ഞു പോകുന്ന മത്തിയോ മറ്റോ മറിച്ചോ ഒന്നും ഇല്ലല്ലോ. 5 വർഷം എന്തുണ്ട്, പിന്നെ എന്തുണ്ട്, ഇതിന് എക്സ്പയർ ഡേറ്റും ഉണ്ട് പ്രൊഡക്റ്റുകൾക്ക്. അതുപോലെ തന്നെ ആർക്ക് പ്രൊഡക്റ്റ് കൊടുത്തിട്ട് നല്ലതല്ല എന്ന് പറയുകയാണെങ്കിൽ പൊട്ടിച്ച പാക്കറ്റ് ആണെങ്കിലും കമ്പനി എന്ത് ചെയ്യും, തിരിച്ചെടുക്കും. നിങ്ങളുടെ 5 കിറ്റിലും 5 കൂപ്പൺ ഉണ്ടാവും, ലക്കി കൂപ്പൺ. അത് നിങ്ങൾ കൊടുക്കുന്നവർക്കാണ് കിട്ടുക. അവർക്ക് ഭാഗ്യമുണ്ടെങ്കിൽ 0.1 ഗ്രാം മുതൽ 1 പവൻ വരെ ഗോൾഡ് കോയിൻ അതിലെന്തുണ്ടാവും, ഗിഫ്റ്റ് ഉണ്ടാവും. ഇല്ലെങ്കിൽ 1 രൂപ മുതൽ 1000 രൂപ വരെ എന്തുണ്ടാവും, ഗിഫ്റ്റ് ഉണ്ടാവും. അപ്പൊ ഇതെന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് വീട്ടമ്മമാർക്ക്, നമുക്ക് 1 ലക്ഷത്തിലേറെ ആളുകൾ കേരളത്തിലെ 14 ജില്ലയിൽ എന്ത് ചെയ്യുന്നുണ്ട്. ഇത് കാരണം നമ്മൾ ഒരാൾക്കും 1 രൂപ പോലും എന്ത് കിട്ടത്തില്ല, നഷ്ടം വരാനില്ല. കാരണം മാഡത്തിന്റെ വീട്ടിൽ പ്രൊഡക്റ്റ് എത്തിയതിനു ശേഷം മാഡം എന്ത് കൊടുത്താൽ മതി, ക്യാഷ് കൊടുത്താൽ. മുൻകൂട്ടി ക്യാഷ് അടക്കേണ്ട ആവശ്യം ഇല്ല. ഇനി മാഡം കുറച്ച് പ്രൊഡക്ട്സ് എടുത്തു, അത് വിറ്റ് പോകുന്നില്ലെങ്കിൽ അത് തിരിച്ചു കൊടുത്തിട്ട് പകരം വേണ്ടത് വേണമെങ്കിൽ അതും എടുക്കാം. ഇനി മാഡത്തിന് കിറ്റായിട്ട് തന്നെ എടുക്കണമെന്നില്ല. മാഡത്തിന് ഇഷ്ടമുള്ള പ്രൊഡക്റ്റുകൾ കൂട്ടി വെച്ചിട്ട് എന്ത് ചെയ്യാം, ഓരോ പ്രൊഡക്റ്റിനും പോയിന്റ് ഉണ്ട്. അത് 250 പോയിന്റ് ആയാൽ മാത്രം മതി. മാഡത്തിന് ഈ സൂം ആപ്ലിക്കേഷൻ ഒക്കെ ഉപയോഗിക്കാൻ അറിയോ? ആപ്ലിക്കേഷൻ എനിക്ക് ചെറിയ ഫോണാണേ. ആണോ, ഓക്കെ. പിന്നിപ്പോ ഏതൊക്കെ ഒരു സൂമിൽ ഒരു 100ഓളം പേർക്ക് മീറ്റിംഗ് ഉണ്ട്. സൂം മീറ്റിംഗ് ഉണ്ടോ? സൂം മീറ്റിംഗ് ഉണ്ട്. അപ്പൊ അതിൽ കൃത്യമായിട്ട് അങ്ങനെ നിങ്ങൾ പറ്റുമെങ്കിൽ ഇന്ന് ഏതൊക്കെയാണ് മീറ്റിംഗ് ഇപ്പൊ സ്റ്റാർട്ട് ചെയ്യും, കുറച്ച് കഴിഞ്ഞാൽ സ്റ്റാർട്ട് ചെയ്യും. അപ്പം ഒന്ന് നമ്മൾ ഏറ്റെടുത്ത് ചെയ്യുകയാണെങ്കിൽ ഇപ്പൊ ഇതിന് ഈരാട്ടുപേട്ട കൗൺസിലറൊക്കെ ഇത് ചെയ്യുന്നുണ്ട്. ഡയമണ്ട് മാസം 35,000 രൂപ വരുമാനമുണ്ട്. ഒരുപാട് പഞ്ചായത്ത് മെമ്പർമാര്, ആശാ വർക്കേഴ്സ്, CDS മെമ്പർമാർ, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള എല്ലാ കാറ്റഗറിയിലുള്ള ഒരുപാട് ടീച്ചേഴ്സ് ചെയ്യുന്നുണ്ട്. അപ്പം ഇങ്ങനെ കാറ്റഗറിയിലുള്ള ഒരുവിധം എല്ലാവരും ഇത് ചെയ്യുന്നുണ്ട്. ഇതിന്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ നമ്മളിലൂടെ എത്ര പേര് ഈ ബിസിനസ്സിലേക്ക് വന്നാലും നമുക്ക് അതിനുള്ള എന്താണ്, അവർ ലൈഫ് ലോങ് കുളിക്കുന്നതിന്, അലക്കുന്നതിന്, വീട് വൃത്തിയാക്കുന്നതിനുള്ള കമ്മീഷൻ ആർക്ക് ലഭിക്കും, നമുക്ക് കിട്ടും. ഇത് കടകളിൽ നിന്നുള്ള ബിസിനസ്സിന് കുറയുകയാണ്. ഒക്കെ വീടുകളിൽ പ്രൊഡക്റ്റ് എത്തിച്ചു കൊടുക്കുന്ന ലെവലിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പൊ നമ്മളൊന്ന് ഏറ്റെടുത്ത് ചെയ്യാൻ, ഇപ്പൊ മാഡത്തിന്റെ ടീമിൽ ഒരാഴ്ചക്കുള്ളിൽ 5 കിറ്റ് 10 കിറ്റ് ടീമിൽ പോയാൽ മാഡം ഒന്നും ചെയ്യുന്നില്ല, മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിക്കാന്ന് വിചാരിക്കുക. മാഡത്തിന് 500 രൂപ അക്കൗണ്ടിൽ ഒരു ഗോൾഡ് കോയിനും കിട്ടും. ഒരാഴ്ചക്കുള്ളിൽ 20 കിറ്റ് പോയിട്ടുണ്ടെങ്കിൽ മാഡത്തിന് 1000 രൂപ അക്കൗണ്ടിലും 1000 രൂപയുടെ 1200 രൂപയുടെ ഗോൾഡ് കോയിൻ കിട്ടും. അങ്ങനെ ഒരാഴ്ചയിൽ 4 ഗ്രാം വരെ, അരപ്പവൻ വരെ എന്ത് മേടിക്കാം, ഗോൾഡ്. ഇപ്പൊ എനിക്ക് 31 പവനോളം ഗോൾഡ് കോയിൻ ടോട്ടൽ കിട്ടിയിട്ടുണ്ട്. അനു മാഡത്തിന് എനിക്ക് തോന്നുന്നു 2, 4, 5 ഏറ്റവും കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പം അവരുടെ അക്കൗണ്ടിൽ 12,000 രൂപയുടെ മുകളിൽ എന്ത് ചെയ്തിട്ടുണ്ട്, സ്വന്തമായി പ്രൊഡക്റ്റ് എടുത്ത് മറ്റുള്ളവർക്ക് കൊടുത്തതിന് മാത്രം കിട്ടിയിട്ടുണ്ട്. പ്രൊഡക്റ്റ് എടുത്തതിന് മാത്രം. വിൽപ്പന ലാഭം വേറെ എന്ത് തന്നിട്ടുണ്ടാവും, കൈകൾ വേറെയും കിട്ടിയിട്ടുണ്ടാവും. അപ്പൊ നമ്മളിത് പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും ആളുകൾ കുളിക്കുക, അലക്കുക, വീട് വൃത്തിയാക്കുക, ഭക്ഷണം പാകം ചെയ്യാന്ന് പറയുന്ന സംഭവം എന്ത് ചെയ്യും, ഉറപ്പാണല്ലോ. അതെ, അത് നമ്മളുടെ പ്രൊഡക്റ്റിലൂടെയാണെങ്കിൽ കമ്പനി എന്ത് ചെയ്യും, ഈ പരസ്യക്കാർക്കും ഇടനിലക്കാർക്കും കൊടുക്കുന്ന കമ്മീഷൻ എന്ത് തരും, നമുക്ക് തരും. അല്ലാതെ ഇവിടെ വേറെ മാജിക് കാര്യങ്ങളൊന്നും നടക്കുന്നില്ല. ഇതിന് പരസ്യമില്ല, ഇതിന്റെ പരസ്യമാണ് ഇപ്പൊ ഞാൻ ചെയ്യുന്നതാണ് പരസ്യം. അപ്പം ഇതിന്റെ ക്വാളിറ്റി ഒരിക്കലും കമ്പനി കുറക്കത്തില്ല.
കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ക്വാളിറ്റി കുറച്ചാൽ നിലവിലുള്ള ആളുകളൊക്കെ ഈ ബിസിനസ് എന്ത് ചെയ്യും, സ്റ്റോപ്പ് ചെയ്യും. അപ്പം ഒന്ന് മനസ്സ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ നാട്ടിൽ തന്നെ നിന്നുകൊണ്ട് ഒരു കടയോ ഒരു ഷോപ്പോ ഒന്നും ഇടാതെ, മാഡത്തിന് ഇപ്പൊ തന്നെ അറിയാലോ, കുമിട്ടിപ്പീടി ഇടണമെങ്കിൽ തന്നെ 1 ലക്ഷം രൂപ കയ്യിൽ വേണം. അപ്പൊ ഒരു 5 കിറ്റ് എന്നൊക്കെ പറയുമ്പോൾ ഏകദേശം ഒരു 8,000 രൂപയുടെ അടുത്ത് എന്ത് വരുന്നുള്ളൂ വില, പിന്നെ പ്രൈസ് വരുന്നുള്ളൂ. 1554 × 5 എന്ന് പറയുമ്പോൾ 7,920 രൂപയെ നമുക്ക് എന്ത് വരുന്നുള്ളൂ, മുടക്ക് വരുന്നുള്ളൂ. അത് പ്രൊഡക്റ്റ് ഇറക്കി വെച്ചതിന് തന്നെ 1,020 രൂപ ഇവിടെ കിട്ടും, അക്കൗണ്ടിൽ കിട്ടും സബ്സിഡി ആയിട്ട്. പിന്നെ ആ പ്രൊഡക്ട്സ് കൊടുക്കുമ്പോൾ പിന്നെ 6,000 ചില രൂപയാണ്. അത് പ്രൊഡക്ട്സ് കൊടുക്കുമ്പോഴുള്ള ലാഭവും മുതൽ മുടക്കും തിരിച്ചു കിട്ടുകയും ചെയ്യും. അപ്പൊ ഇതിലും സിമ്പിൾ ആയിട്ട് ഒരു ലേഡീസിന്, ഒരു വീട്ടമ്മമാർക്ക് അല്ലെങ്കിൽ ടീച്ചേഴ്സിന് ലഭിക്കാൻ പോകുന്ന മറ്റൊരു ബിസിനസ് ഇല്ല. അപ്പൊ ഒന്ന് ഏറ്റെടുത്ത് ചെയ്യാൻ നമ്മളിപ്പോ അടുത്ത 150ഓളം പ്രൊഡക്ട്സ് കമ്പനി പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ ആരിലൂടെ ഓർഡർ എടുത്താലും കമ്പനി ആ പ്രൊഡക്ട്സ് എന്ത് ചെയ്തോളും, എത്തിച്ചു കൊടുത്തോളും, കേരളത്തിലെ 14 ജില്ലയിൽ എവിടെയാണെങ്കിലും. അപ്പൊ ക്യാഷ് ഓൺ ഡെലിവറിയാണ്, ഫ്രീ ഡെലിവറിയും കൂടിയാണ്. അപ്പം മാഡം ഓക്കെ ആണെങ്കിൽ, മാഡം പറയുകയാണെങ്കിൽ ഞാൻ എന്ത് കൊടുക്കാം, ഓർഡർ കൊടുക്കാം. പ്രൊഡക്റ്റ് കമ്പനി എന്ത് ചെയ്യും, വീട്ടിലെത്തിച്ചേരും. വീട്ടിലെത്തിക്കുമ്പോൾ ഒരു ബില്ല് അയച്ചു തരും. ആ ബില്ല് ഇങ്ങോട്ട് അയച്ചു തന്നാൽ മാഡത്തിന് ആദ്യം ഒരു ID അടിക്കും, പേരും ഫോൺ നമ്പറും വെച്ചിട്ട്. ഓക്കെ, ആ IDയിലാണ് മാഡത്തിന്റെ ബാങ്ക് ഡീറ്റെയിൽസ് നമ്മൾ കൊടുക്കുക. മാഡം മറ്റൊരാൾക്ക് ID അടിക്കുമ്പോൾ ചോദിക്കും ആരാണ് പരിചയപ്പെടുത്തിയെന്ന്. അപ്പൊ മാഡത്തിന്റെ IDയുടെ പേര് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് അങ്ങനെയാണ് കമ്മീഷൻ കയറി വരിക. ഓക്കെ, പിന്നെ ഇത് നമ്മളൊരു ടീമായിട്ടാണ് ചെയ്യുക. എല്ലാ തിങ്കളാഴ്ചകളിലും മീറ്റിംഗിൽ നിങ്ങൾക്ക് വരാൻ, ഇതിനെപ്പറ്റി പഠിക്കണം, നല്ല രീതിയിൽ ചെയ്യണം, മാസം 50,000 40,000 രൂപയോ മൈൻഡിൽ പ്ലാൻ ഉണ്ടെങ്കിൽ നമ്മുടെ മീറ്റിംഗ് എല്ലാ തിങ്കളാഴ്ച എവിടെയുണ്ട്, കറുകച്ചാലിൽ വെച്ചിട്ടുണ്ട്. അപ്പൊ അവിടെ വന്നു കഴിഞ്ഞാൽ ഇതിന്റെ ഒന്നും കൂടി ലാപ്ടോപ്പിൽ കൃത്യമായിട്ട് കാര്യങ്ങൾ ഷെയർ ചെയ്യും. അപ്പം ഇത്രയാണ് ഇതിന്റെ പ്ലാന്. ഒന്നുമില്ല, വളരെ സിമ്പിൾ ആണ്. ഏറ്റെടുത്തു കഴിഞ്ഞാൽ ആരുടെ ലൈഫ് നമുക്ക് മാറ്റിമറിക്കാൻ പറ്റുന്ന ഒരു അവസരമാണ്. അപ്പം ഒരുപാട് പേര് നിങ്ങളെ ഈരാറ്റുപേട്ട, കോട്ടയം ജില്ലയിൽ ഒരുപാട് പേര് ബിസിനസ് ചെയ്യുന്നുണ്ട്. ഏകദേശം ഒരു 15,000-ലേറെ ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ബിസിനസിന്റെ ഭാഗമായിട്ടുണ്ട്. അവരൊക്കെ നല്ല രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, ബിസിനസിനെ ഏറ്റെടുത്ത് ചെയ്യുന്നുണ്ട്. അപ്പൊ മാഡം ഓക്കെ ആണെങ്കിൽ ഞാൻ എന്ത് ചെയ്തുതരാം, അതിനനുസരിച്ചുള്ള ബാക്കി കാര്യങ്ങൾ ഇവിടുന്ന് ചെയ്തുതരാം. അങ്ങനെയാണ് ഞാൻ മാഡത്തിന് ഇപ്പൊ എന്ത് ചെയ്യാം, ഒരു ID അടിച്ചുതരാം. അപ്പൊ ആ ID അടിച്ചിട്ട് മാഡത്തിന് ഓർഡർ ഇന്ന് കൊടുക്കണോ അതോ വീട്ടിൽ ആലോചിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ലില്ല, ഞാൻ ഓർഡർ കൊടുക്കുക. ആയിക്കോട്ടെ, അങ്ങനെ